ഈ ഭർത്താക്കന്മാര് പെടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞുതരട്ടെ. ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവുന്ന ഒരു സമയത്ത്, അങ്ങനെയല്ലേ? അപ്പൊ പിന്നെ ആ വീട്ടില് ഭാര്യയുടെ അധികാരമായിരിക്കും. അത് ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ചാടിച്ചു. സ്ത്രീകളുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അതങ്ങനെ വരും. ഏറ്റവും വലിയ മുദ്രാവാക്യമല്ലേ ബാങ്ക്? എന്തേ സ്ത്രീകൾ അള്ളാഹു അതിൽ നിന്ന് ഒഴിവാക്കിയത്? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുത്തിരിക്കേണ്ടവരാണ്, പുറത്തിറങ്ങേണ്ടവരല്ല. അതാണ്, സ്ത്രീകൾ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. അവർ വീട്ടിൽ കുത്തിരിക്കണം. അവർ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. ബിക്കോസ് ദേ ആർ അടിമാസ്. എനിക്ക് ഇവനോടൊന്നും പറയാനില്ല. കാരണം ഈ മൂട്ട പോലത്തെ ചെറുക്കനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവന്റെ തലയിൽ ഓൾറെഡി ഇത് ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്. ആര്? ചില ആൾക്കാർ, നോട്ട് എവരി വൺ. ഓക്കെ, അതായത് ഇത് പറയുന്നത് എല്ലാവരെ കുറിച്ചിട്ടല്ല. ചില മതം വിട്ട് ജീവിക്കുന്ന ചില ഡാഷ് ആൾക്കാരുണ്ട്. അതിപ്പോ എല്ലാത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. സോ അതുപോലുള്ള ചില ആൾക്കാർ ഇതുപോലുള്ള ചില പിള്ളേരോട് പറഞ്ഞ് എന്താ പറയാ ഇതാക്കി വെച്ചിട്ടുണ്ട്. മോനെ, ഇതിങ്ങനാണ്, സ്ത്രീകൾ ഇങ്ങനെയാണ്, സ്ത്രീകൾ ഇങ്ങനെ വേണം പരിഗണിക്കാൻ. എന്തോന്നറിയത്? ഇവന്മാരൊക്കെ ഏത് 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 ലോകത്താണ് ഇവന്മാരൊക്കെ ജീവിക്കുന്നത്? അത് ഈ ചെറുക്കനൊന്നും ഇതുവരെ സ്കൂളിൽ വരെ പോയിട്ടുണ്ടാവത്തില്ല. എന്നിട്ടാണ് വന്ന് മറ്റേ എന്താ പറയുക മോട്ടിവേഷൻ പോലെ പറയുന്നത് സ്ത്രീകൾ വീട്ടിൽ കുത്തിരിക്കണം, സ്ത്രീകളെ പുറത്തിറങ്ങാൻ പാടില്ല, അത് വലിയ ആപത്താണ്. എന്തോന്നും ആദ്യം ഇവനെ വല്ല സ്കൂളിൽ വിടടെ, രണ്ടക്ഷരം പഠിപ്പിക്കുക, എന്നാൽ തന്നെ വലിയ ചിന്താതി മാറും. എന്നാൽ ഒരു ഒഴുക്കൂല. അത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമാതിരി എന്താ പറയാ മണ്ടത്തരം വിളിച്ചു പറയുന്ന ഈ മുട്ട പോലത്തെ സാധനത്തെയൊക്കെ സമ്മതിക്കാണ്ടേ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. ഒന്നും പറയില്ല.